ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടത്തൊണ്ട് വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടി അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലും പിന്നെ കുറച്ച് മുട്ടത്തൊണ്ട് നല്ലോണം വൃത്തിയാക്കി കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് മുട്ടത്തൊണ്ട് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ടത്തൊണ്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കുമ്പോൾ അതിലൊരു വൈറ്റ് ഒരു ലെയർ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടി മുട്ടത്തൊണ്ട്. എന്നിട്ട് ഇതേപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളുടെ വിരൽ വെച്ച് തന്നെ. അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വന്നോളും. അപ്പോൾ നമുക്കൊരു ടെക്സ്ചർ കിട്ടും അതിൻ്റെ. മുട്ടത്തൊണ്ടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ നല്ലോണം ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് അധികം കാണാത്ത വിധം സ്പേസ് ഇല്ലാതെ ഒട്ടിക്കണം. അപ്പോഴതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിപ്പോൾ ഇതിന് ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. വൈറ്റ് ബേസ് കോട്ടാണ് കൊടുക്കണേ. വൈറ്റ് അക്രലിക് കളറാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ബേസ് കോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും രണ്ട് കളറാണ് യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ കോമ്പിനേഷനാണ്. ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, പിന്നെ വൈറ്റ്. ആ ഷെയ്ഡാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ എല്ലാ കളറും ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഡാർക്ക്, പിന്നെ സ്കൈ ബ്ലൂ, പിന്നെ വൈറ്റ്, പിന്നെ ഈ കളർ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മാത്രം ഈ കളറ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത സൈഡിൽ ഞാൻ വേറെ കളറാണ് യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈഡ് ഏകദേശം ഡ്രൈ ആയി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് കളർ ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് കോമ്പിനേഷനാണ്. അങ്ങനെ ഞാൻ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് മുകളിൽ നെക്ക് പോർഷനിൽ പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ പൈപ്പിംഗ് ത്രെഡൊക്കെ ചുറ്റിക്കഴിഞ്ഞു. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ ടു സൈഡിലും 2 പെയിൻറ്റിങ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പിങ്ക് സൈഡിൽ ചെയ്യാം. ഇവിടെ ചെയ്യാൻ വേണ്ടി ഞാനൊരു A4 ഷീറ്റ് പേപ്പറിൽ ഒരു പടം വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പടം അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസിൽ മാത്രം നമുക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഏത് പിക്ചറായാലും ട്രേസ് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ട്രേസ് ചെയ്യുമ്പോൾ ഇതൊരു പ്ലെയിൻ സർഫസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ട്രേസ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് വേറെ സ്പേസിലോട്ടൊന്നും പോവാതെ ആ ഒരു സ്പേസിൽ മാത്രം അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് കണ്ടോ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ താഴെയൊക്കെ ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ബലൂൺസും പിന്നെ പുല്ലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഈ സൈഡിൽ ഇതേപോലെ വേറൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യണേ. ജസ്റ്റ് ഒരു പടം കൈ കൊണ്ട് തന്നെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ നെക്ക് പോർഷനിൽ ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ്, പൈപ്പിംഗ് ത്രെഡിലും പിന്നെ ബാക്കിയുള്ള ബോട്ടിലിൻ്റെ പോർഷനിലും. അപ്പോൾ ഇതാട്ടോ എൻ്റെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.